അപ്പം ലാസ്റ്റ് സെമസ്റ്റർ ആയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മ കിടപ്പിലായി കഴിഞ്ഞപ്പോൾ അമ്മയെ നോക്കാൻ ഞാനൊരു ഹോം നേഴ്സിനെ വെച്ചു കൊല്ലത്തെ വീട്ടിൽ. ഹോം നേഴ്സിനെ വെച്ച് 25,000 രൂപയും 2,000 രൂപ ഹോം നേഴ്സുകാർക്ക് ശമ്പളം, അങ്ങനെ 27,000 രൂപ മന്ത്ലി കൊടുക്കും. ഈ പൈസ കൊടുത്തിട്ട് നമ്മൾ മാസം തോറും 2-3 തവണ ഈ ഹോം നേഴ്സിനെ അവരുടെ കുടുംബക്കാരും അവരെല്ലാം വന്ന് സാധനങ്ങൾ എടുത്തിട്ട് പോകും. അവർ വന്ന് കഴിക്കാൻ. അമ്മയും ഈ ഹോം നേഴ്സും മാത്രമുള്ള വീട്ടിൽ. അവർക്ക് TV വേണമെന്ന് പറഞ്ഞു, ടിവിക്ക് കേബിൾ വേണമെന്ന് പറഞ്ഞു, ഉടനെ ടാറ്റാ സ്കൈ വെച്ച് കൊടുത്തു. ഫ്രിഡ്ജ് വേണമെന്ന് പറഞ്ഞ് ഉടനെ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നിട്ട് 15-20 ദിവസം കൂടുമ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ലാസ്റ്റ് ഞാൻ LLM എക്സാമിൻ്റെ തലേന്ന് തന്നെ ഇവർ രാത്രി വിളിക്കുന്നു. രാത്രി 10:30 മണിക്കാണ്. ഞാനിവിടെ കുടപ്പനക്കുന്നിലെ ഹൗസിംഗ് ബോർഡിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്, വർക്ക് വിമൻസ് ഹോസ്റ്റലിൽ. ആ സമയത്ത് വിളിച്ചിട്ട് പറയണം അമ്മ തറയിൽ വീണു. അപ്പോൾ അമ്മേനെ അവർക്കൊന്ന് എടുത്ത്, അമ്മ കുറച്ച് ഫാറ്റിയാണ്, അമ്മയ്ക്ക് നല്ല വണ്ണമൊക്കെയാണ്, പക്ഷെ അവർ നല്ല നമുക്ക് കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ളൊരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോം നേഴ്സിംഗ് ഏജൻസിയോട് പറഞ്ഞാണ് ഇവരെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമ്മൾ 23,000 പ്ലസ് 2 കൂടി കൊടുത്ത് 27,000 രൂപ മന്ത്ലി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഫുഡ് അക്കോമഡേഷൻ കൂടാതെയാണ്. മനസ്സിലാക്കണം, ഞാനൊക്കെ ഇന്നൊരു വക്കീലാണ്, ജോലി ചെയ്താൽ 25,000 കിട്ടിയാലായി. അത് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുമില്ല. അപ്പോൾ എന്നിട്ട് ആ ഒരു സംഭവത്തിൽ എന്നിട്ട് അവരെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി ഞാൻ വാർഡൻ, നമ്മളെ ഹോസ്റ്റലിലെ, അത് ലേഡീസ് ഹോസ്റ്റലാണ്, അവിടുത്തെ വാർഡൻ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, രാത്രി 10 മണി കഴിഞ്ഞില്ലേ. അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. കാരണം മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ഇവരൊക്കെ രാത്രി 10 മണിക്ക് എവിടെ ഇറങ്ങിപ്പോകുന്നു അവർക്കറിയണ്ടേ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അഡ്വക്കേറ്റ് ആണ്, നമ്മൾ പാരമ്പര്യമായിട്ട് ജീവിക്കുന്നതാണ് എന്നൊക്കെ അവർക്കറിയാം. എന്നാൽ പോലും അതല്ല മോളെ ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് എൻ്റെ കൂടെ അവർ വന്നു. എന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് വീട്ടിൽ പോയി. അമ്മേനെ പിന്നെ ഞങ്ങൾ എല്ലാവരുടെയും പൊക്കിയെടുത്ത് കട്ടിൽ കിടത്തിയിട്ട് ഞാൻ രാത്രി ഒരു 12:30 മണിയൊക്കെ ആയി. ഞാൻ 12:30 അവിടുന്ന് തിരിച്ചു 2:30 മണിയായപ്പോൾ വന്ന് പിറ്റേന്ന് ഞാൻ എക്സാം എഴുതി. അതിനുശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവർ വിളിക്കുന്നു. അങ്ങനെ 2-3 തവണ എൻ്റെ ആ ഒരു ഫൈനൽ സെം എക്സാം ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അമ്മേനെ ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കി. ഓൾഡ് ഏജ് ഹോം എന്ന് പെയ്ഡ് ഓൾഡ് ഏജ് ഹോമാണ് കേട്ടോ. 25,000 രൂപ മന്ത്ലി കൊടുക്കണം. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ്, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. ഭയങ്കര ബ്ലേഡാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് നടത്തുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും കയ്യിൽ 25,000 രൂപ. പിന്നെ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ അവർക്ക് ഓരോ സാധനങ്ങൾ അവർ പറയുന്നതനുസരിച്ച് വാങ്ങിച്ചു കൊടുക്കണം. ബെഡ്ഷീറ്റ് സാധനങ്ങൾ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും. എന്നിട്ട് എൻ്റെ അമ്മ 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ LLM കഴിഞ്ഞു. ഞാൻ ആ എക്സാമിന് കേട്ടോ LLM കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLM അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ 2nd റാങ്കോട് പാസ്സായ ഒരാളാണ്. അപ്പം അത്രയും ഞാൻ രാത്രി 10:30 മണി വരെ അമ്മയെടുത്ത് ഇരുന്നിട്ടാണ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്നത്. രാവിലെ കോളേജിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും അമ്മയെടുത്തു. പക്ഷെ ആ 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഹോസ്പിറ്റലിലായി. GG ഹോസ്പിറ്റലായിരുന്നു. അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, പാവപ്പെട്ടവർക്ക് വേണ്ടി, അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടി, ആരുമില്ലാത്ത അനാഥർക്ക് വേണ്ടിയിട്ട് ഒരു വൃദ്ധസദനം തുടങ്ങണം. അതിന് ഞാനൊരു ചാരിറ്റബിൾ സൊസൈറ്റി ഒക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരെ നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന 10 രൂപയിൽ നിന്ന് നമ്മളൊരു 5 രൂപ എടുത്ത് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു നന്നായിട്ടൊരു ഇത് നടത്തി ആരെങ്കിലും